കൺസൾട്ടിംഗ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് അതിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ. രാധാകൃഷ്ണൻ ജി ഇതിന്റെ സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി വന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇനി ഞങ്ങളൊക്കെ 2 വീലർ കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പൈസ തിരികെ തരണം എന്നുള്ളൊരു അപേക്ഷയുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ട കാശാണ്. ഞങ്ങളുടെ പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ സ്വർണം വരെയും പണയം വെച്ചാണ് ഇതിന് കൊടുത്തത്. ചിട്ടി തട്ടിപ്പ് തൊട്ട് ആട് മാഞ്ചിയം, ഓൺലൈൻ ജോബ്, വ്യാസ വിസ തൊട്ട് സ്കൂട്ടറും മിക്സിയും വാഷിംഗ് മെഷീനും കാറും തീരാതെ എല്ലാ തട്ടിപ്പുകളിലും തലവെക്കുന്ന മലയാളിപ്പെട്ട ഏറ്റവും പുതിയ പാതിവില തട്ടിപ്പിൽ പരാതി പ്രളയമാവുകയാണ്. അപ്പോഴും കേസ് ഏറ്റെടുക്കാതെ കൈമലർത്തുന്നു ക്രൈംബ്രാഞ്ച്. കുടുംബശ്രീ തൊട്ട് പോലീസ് അസോസിയേഷൻ വരെ, പത്രക്കാർ തൊട്ട് ജനപ്രതിനിധികൾ വരെ സംശയനിഴലിൽ നിൽക്കുന്ന കേസിൽ പോലീസ് അന്വേഷണത്തിൽ ഉന്നതർ എങ്ങനെ കുടുങ്ങും? കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ചെറുതും വലുതുമായ 50ഓളം രാഷ്ട്രീയക്കാരുടെ പൊളിറ്റിക്കൽ ഫണ്ടറാണെന്ന് കണ്ടെത്തിയിട്ടും പണം വാങ്ങിയവരുടെ പട്ടിക പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സായിഗ്രാം ചാരിറ്റിയിലൂടെ നാടറിഞ്ഞ ആനന്ദകുമാർ ഈ തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന എല്ലാ സംശയങ്ങളും പുറത്തു വന്നിട്ടും ഇതുവരെ പ്രതിപട്ടികയിൽ പോലും പോലീസ് ചേർത്തിട്ടില്ല. കാസർഗോഡ് തൊട്ട് പാറശാല വരെ 1000 കോടി തട്ടിപ്പ് നടത്തിയ 27കാരൻ ഈ 2.5 വർഷം ഇത് നിർബാധം തുടർന്നെങ്കിൽ ഇനി ഏതുന്നതനെ എവിടത്തെ പോലീസാണ് പിടിക്കുക? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബുവും ചേരും. ഇടത് സഹയാത്രികൻ ആയുർ ബിജു, ഒപ്പം പ്രോപ്പർ ചാനൽ MK ഹരിദാസ്, സാമൂഹ്യ പ്രവർത്തകൻ ബെന്നി ജനപക്ഷവും നമുക്കൊപ്പം ചേരും. ആദ്യം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ആർക്കെതിരെയും വിരൽ ചൂണ്ടാൻ ഒന്നുമില്ലാത്ത അവസ്ഥ, അപ്പോഴും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളൊരു പരാതി ഒരു വശത്തുണ്ട്. ആ പരാതി ഉന്നയിക്കുന്നതൊന്നും പക്ഷേ പ്രതിപക്ഷമോ കോൺഗ്രസോ ഒന്നുമല്ല, കാശുപോയ സാധാരണക്കാരാണ്. ഇത് കേസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കണം എല്ലാവരെയും എന്ന് നെഞ്ചിൽ തട്ടി കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും അപർണ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം വാർത്ത വന്ന ദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് വിവിധ ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അന്നെടുത്ത അതേ നിലപാട് തന്നെയാണ് ഇന്നും കോൺഗ്രസിന്റേത്. എല്ലാവരെ പറ്റി അന്വേഷിക്കണം. ഞങ്ങളുടെ നേതാവ് ഈ കേസിലെ ലീഗൽ അഡ്വൈസർ ലാലി വിൻസെന്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അന്വേഷിക്കണം, അതും പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് തെറ്റായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കുടുങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉപ്പ് തിന്നവർ എല്ലാം വെള്ളം കുടിക്കട്ടെ. നീ പിന്നെ ജാഗ്രത വേണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അത് എനിക്കും ബാധകമാണ്, അപർണയ്ക്കും ബാധകമാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ആയൂർ ബിജുവിനും ബാധകമാണ്. ഇപ്പോ തിരുവനന്തപുരം പ്രസ് ക്ലബിനെ മറയാക്കിക്കൊണ്ട് ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി അയാൾക്ക് സാധ്യത ഒരുക്കി എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരും അതിനകത്ത് ജാഗ്രത പാലിക്കേണ്ടവരാണ്. പക്ഷെ എത്രത്തോളം നമുക്ക് ജാഗ്രത പാലിക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. 2019 ഈ അനന്തുവിനെതിരെ FIR ഇടുന്നു. എവിടെ? മൂവാറ്റുപുഴയിൽ FIR ഇടുന്നു. 428 FIR ഇടുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആര് പങ്കെടുക്കുന്നത്? വളരെ സ്വീകാര്യതയോടുകൂടി പൊന്നാടയിട്ട് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് ചേർത്ത് പിടിക്കാൻ അനന്തുവിന് സാധിക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രിയുടെ SPG, പ്രധാനമന്ത്രിയുടെ വിജിലൻസ്, പ്രധാനമന്ത്രിയുടെ ഗസ്റ്റിനെ നിയന്ത്രിക്കുന്ന സംവിധാനം, ഇതൊക്കെ പരാജയമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഗസ്റ്റിനെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് പോലും, പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട PMO ഓഫീസിന്റെ ഇന്റലിജൻസിന് പോലും ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു FIR നിലനിന്നിട്ട് പോലും പറ്റിയില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഇപ്പൊ ഇന്ന് അയാൾ പറയുന്നുണ്ട് എന്താണ്, നവകേരള സദസ്സിന് ഫണ്ട് കൊടുത്തു എന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കൾക്ക് ഇലക്ഷൻ സമയത്ത് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നു. എല്ലാം അന്വേഷണ വിധേയമാക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ആദ്യ ദിവസം തന്നെ ഞാൻ അത് പറഞ്ഞിരുന്നു അപർണ. മുഖ്യമന്ത്രിയുടെ കൂടെ തൊട്ടടുത്ത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമുള്ള വേദിയിൽ ആ ടേബിളിൽ ഈ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ചിത്രമുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇന്റലിജൻസ്, വിജിലൻസ് ഇതൊക്കെ എന്ത് പണി ചെയ്യുകയായിരുന്നു? അപ്പോ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ഒരു തട്ടിപ്പുകാരനെ അപർണ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കോ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ
ഇനിയെങ്കിലും ആ ജാഗ്രത പുലർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. 1. 2, ആ ജാഗ്രത കുറവ് മാത്രമാണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തണം. അത് കോൺഗ്രസോ BJP-യോ CPM-ഓ എന്നൊന്നുമില്ല, മാധ്യമപ്രവർത്തകരോ ഒന്നൊന്നുമില്ല. ഇതിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ആ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആവശ്യമെങ്കിൽ അവർ വന്ന് അന്വേഷിക്കണം. ഇതിന്റെ പിന്നിൽ ഇത് ഒരു 26-കാരന് 27-കാരന് നാട് മുഴുവനുമുള്ള പാവപ്പെട്ട കുടുംബശ്രീ സ്ത്രീകളെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ, എന്നുള്ള ഒരു തത്വം, എന്നുള്ള ആശയം സംഭാവന ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് പിന്നിൽ അനന്തുവിനെ മാത്രം പ്രതിയാക്കി വസന്ത് ഒറ്റ കാര്യം, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളിക്ക് പറയാം, എന്റെ കൈകളൊക്കെ ശുദ്ധമാണെന്ന് പറയാം. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ പത്രക്കാർ തൊട്ട് എന്നുള്ള വാക്കെടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഭാരവാഹികളടക്കം സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇതിൽ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം എന്നോടും ചോദിച്ചതാണ്. വ്യക്തിപരമായിട്ട് ഇത് ശരിയല്ലാത്ത ഒരു പദ്ധതിയാണ് എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ അതിൽ തലവെച്ച് കൊടുക്കുന്നില്ല. അപ്പോഴും ഈ വിഷയത്തിനകത്ത് എറണാകുളം, കോട്ടയം ജില്ലകളിലുള്ള ജനപ്രതിനിധികൾ ഒരു ലിസ്റ്റ് പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ആ പൊളിറ്റിക്കൽ ഫണ്ടറാണ് അനന്തു എന്ന് പറയുന്നു. എറണാകുളം, തിരുവനന്തപുരം ഞാൻ പറഞ്ഞത് ഇതെല്ലാം പുറത്തു വരികയാണെങ്കിൽ ഏതെല്ലാം ജനപ്രതിനിധികളുടെ പേരുണ്ടാകും എന്നുള്ളിടത്ത് കോൺഗ്രസ് കുടുങ്ങുകയാണെങ്കിൽ BJP-യും കുടുങ്ങും, CPM-ഉം കുടുങ്ങും. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതുന്നുണ്ടോ രാഷ്ട്രീയക്കാർ? അല്ല, ഞാൻ പറയുന്നത് ഒരു ഇലക്ഷൻ സമയത്ത് ഒരാൾക്ക് ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളത്, ആരാണ് നമുക്ക് ഫണ്ട് തരുന്നത്? അയാൾ ഇന്റലിജൻസ് അന്വേഷണത്തിലൂടെ അഗ്നിശുദ്ധി വരുത്തിയ ആളാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അപർണയ്ക്കും അറിയാമായിരിക്കുമല്ലോ. ഫണ്ട് തരുന്ന ആൾ ഫണ്ട് തരും. ഇനി അങ്ങനെ ഫണ്ട് തന്നത് സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷന്റെയും മറ്റുള്ള ഏതാണ് പറയുന്നത് ഏജൻസികളുടെയും പരിധിയിലേക്ക് കാണിക്കുക എന്നുള്ളത്, രേഖപ്പെടുത്തുക എന്നുള്ളത് എല്ലാ പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ്, കോൺഗ്രസിന്റെയും ഉത്തരവാദിത്തമാണ്. അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും അതിന്റെ നിയമ നടപടികളെ നേരിട്ടേ മതിയാവുകയുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ കോട്ടയം എന്റെ ജില്ലയാണല്ലോ. കോട്ടയത്ത് ഈ പരിപാടിക്ക് ഇയാൾ വരുന്നത് എന്റെ നാട്ടിൽ വരുമ്പോൾ, എന്റെ നാട്ടിൽ LDF MLA ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയാൾക്കെതിരെ കേസ് നിലനിൽക്കുന്ന സമയത്താണ്. നാട്ടിൽ മുഴുവനുള്ള LDF MLA-മാർ അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ കൊട്ടിഘോഷിച്ച് ഇയാൾ മിടുമിടുക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നിലവിൽ ഇവരുടെ തന്നെ പോലീസ് സംവിധാനത്തിന്റെ ഉള്ളിൽ, ഇവരുടെ തന്നെ പോലീസ് സംവിധാനം രേഖപ്പെടുത്തിയ കേസ് നിലനിൽക്കുന്ന സമയത്താണ്. അപ്പോ UDF MLA-മാരെ വിട്ടേക്കും, അവരെ പോലീസ് ഇതൊന്നും പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം പോലീസിന് ഇല്ലാന്ന് വെച്ചോളൂ. പക്ഷേ എന്തുകൊണ്ടാണ് NGO കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബിന്ദു നേരിട്ട് പോകുന്നത്? NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 175ഓളം, പ്രത്യക്ഷത്തിൽ പ്രധാനപ്പെട്ട 75ഓളം NGO-കളുടെ ഒരു കോൺഫെഡറേഷനാണ്. അത് ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തമായ ഒരു NGO അയാൾക്കുണ്ട്. ആ NGO-ക്കൊപ്പം കേരളത്തിലെ എല്ലാ NGO-കളെയും കൂട്ടിക്കൊണ്ട് ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി അതിന്റെ മറവിൽ തട്ടിപ്പ് നടത്താം. വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ്. ആ പദ്ധതി നടത്താൻ വേണ്ടി അയാൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയാളെ പറ്റി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബിന്ദുവാണ്. ആരാ ബിന്ദു? ബിന്ദു NGO കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്ത് ആരുണ്ട് ഈ ആകാശത്തെ പിടിച്ചു കെട്ടാൻ എന്ന് പറയുന്നത് പോലെ, നീ പോയി തട്ടിപ്പ് നടത്തി മടങ്ങി വരൂ എന്ന് പറയുന്ന പോലെ ആകാശത്തെ അഴിച്ചുവിടുന്ന പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് നടത്തിയത് ബിന്ദുവാണ്. അപ്പൊ ബിന്ദു ഒരു മന്ത്രിയായി നിൽക്കുമ്പോൾ ബിന്ദുവിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയില്ലേ? ഇടുക്കിയിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രി MM മണിയാണ്. MM മണി ഈ പരിപാടി ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയാൾ മന്ത്രിയാണ്. അതിനുശേഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയി അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും വിവിധ പരിപാടികളിൽ MM മണി ഉദ്ഘാടകനായി പോയിട്ടുണ്ട്. MM മണി ഓഫീസുകളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. വാർഷിക എന്റെ നാട്ടിൽ ഇപ്പോ ശ്രീ ആയൂർ ബിജുവിന് അത് അധികം ഇഷ്ടപ്പെടണമെന്നില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MLA ആണ്. പൂഞ്ഞാറിൽ എന്റെ നാട്ടിൽ ഈ പരിപാടിയുടെ ഈ NGO കോൺഫെഡറേഷന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് LDF MLA ആണ്, കേരള കോൺഗ്രസ് എന്നുള്ള MLA ആണ്. അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അറിഞ്ഞില്ലായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം, ഇവിടുത്തെ വിജിലൻസ് സംവിധാനം, ഇവിടുത്തെ പോലീസ് സേന എന്ത് പണിയാണ് എടുക്കുന്നത്? ഞാൻ പറയട്ടെ അപർണ, ഞാനോ അപർണയോ നാളെ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തി നമ്മൾ വിളിക്കുന്ന പരിപാടിയിൽ പോകുന്നത് ജാഗ്രതയോടുകൂടി വേണമെന്ന് മന്ത്രിമാരെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇന്റലിജൻസ് മേധാവിക്കുള്ളത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവിയുടെ താഴോട്ടുള്ള പോലീസ് സേനയ്ക്കുള്ളത്. പക്ഷേ ഓൾറെഡി ക്രൈം രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഓൾറെഡി ഒരു ക്രൈമിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള, അതും 420 പോലുള്ള ചീറ്റിംഗ് കേസ്, നോൺ വൈലബിൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾ, അയാൾ വീണ്ടും നാടൊട്ടുക്കും നടന്ന് അവിടെയുള്ള MLA-മാരെ, MP-മാരെ, മന്ത്രിമാരെ, ഇനി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, പഞ്ചായത്ത് മെമ്പർമാരെ ഒക്കെ വിളിപ്പിച്ച്
കാടടച്ച് വലിയ ആഘോഷമായി പരിപാടികൾ നടത്തുമ്പോ ഇവിടത്തെ പോലീസ് അവിടെ പോയി സല്യൂട്ട് ചെയ്യില്ലേ മന്ത്രിമാർക്ക്? ഇയാളുടെ പരിപാടിക്ക് ഇതിലേക്കുള്ള റെഡ് കാർപ്പറ്റിലൂടെ മന്ത്രിമാരെ ആനയിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ പോലീസാണ്. എന്ത് പണി ചെയ്യുക ഇവിടുത്തെ പോലീസ്? എന്ത് ഇന്റലിജൻസ് സംവിധാനം, എന്ത് വിജിലൻസ് സംവിധാനം ഇവർക്കുള്ളത്? ഇതിലും ഭേദം ഏതെങ്കിലും അരി വെയിൽ തുണക്കാനിടുമ്പോ കാക്കയെ ഓടിക്കാൻ പോയിരിക്കുന്നതായിരിക്കും പോലീസ് ഇതിലും നല്ല പണി എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. ഞാൻ വരാം ബസന്ത്, ഞാൻ വരാം. അഡ്വക്കേറ്റ് ടി.എസ്. ഉല്ലാസ് ബാബു, ബി.ജെ.പി നേതാവ് നമുക്ക് കൂടി. പ്രധാനമന്ത്രിയുടെ ഇന്റലിജൻസിനെ വരെ പറ്റിച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോയും എടുത്ത പ്രതി അകത്തായി. ഈ പ്രതിയുടെ പിറകിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇതേതെല്ലാം ഉന്നതർ പുറത്തു വരുമെന്നറിയില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തന രംഗം തൊട്ട് അങ്ങോട്ട് ഇതിലുമായി ബന്ധമില്ലാത്തവരില്ല. കൃത്യമായി പോലീസ് അന്വേഷിച്ചാൽ ആരൊക്കെ കുടുങ്ങും എന്നുള്ളൊരു ടെൻഷനിലല്ലേ ബി.ജെ.പി പോലും ഇപ്പോൾ? അല്ല പറഞ്ഞ ബി.ജെ.പിക്ക് അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല. സ്വാഭാവികമായിട്ട് ഒരു വിഷയമുണ്ടാകുന്നു. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ എല്ലാ ആളുകളും, ഏകദേശം 125ഓളം NGOs അടങ്ങുന്ന ഒരു കൺസോർഷ്യം, ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കുന്നു. ആ കോൺഫെഡറേഷൻ്റെ ഭാഗമായി സാമുദായിക സംഘടനകളടക്കം നിരവധി രൂപതകളുടെ ഭാഗമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിരവധി ആളുകളടക്കം ഇതിൻ്റെ പങ്കാളികളാകുന്നു. പല ജനപ്രതിനിധികൾ, MLA മാർ, മന്ത്രിമാർ, അങ്ങനെ വിവിധ രാഷ്ട്രീയ സംഘടന, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, BJP ഉണ്ട്. അങ്ങനെ നിരവധി സംഘടനകളുടെ ആളുകളും ഒക്കെ ഇതിനകത്ത് കോൺഫെഡറേഷൻ്റെ ഭാഗമല്ലെങ്കിലും ഇതിനകത്ത് സ്കൂട്ടർ വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഗൃഹോപകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. BJPയുടെയൊക്കെ നിങ്ങൾ പറയുന്ന ബഹുമാനനായിട്ടുള്ള ശ്രീ AN രാധാകൃഷ്ണൻ്റെ കാര്യം ഇന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ വരെ ഈ പ്രതിയോട് ചോദിച്ചതാണ്. സൈൻ എന്ന് പറയപ്പെടുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം നിങ്ങൾ ഉന്നയിക്കുന്നത്. സൈൻ കൃത്യമായിട്ട് ഇവിടുത്തെ ഭിന്നശേഷിക്കാർക്കുള്ള കൃത്രിമ കാലും കൈയും ഒക്കെ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന. സ്വാഭാവികമായിട്ട് അതേപോലെ തന്നെ ജനൌഷധികളുടെ ഔട്ട്ലെറ്റുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ, അതേപോലെ തന്നെ തൊഴിൽ മേളകൾ നടത്തുന്ന അങ്ങനെ ഒരു ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നൊരു സംഘടന ഒരു കാരണവശാൽ ഈ കോൺഫെഡറേഷനിൽ മെമ്പറായിട്ടില്ല. ആ കോൺഫെഡറേഷനിൽ മെമ്പറുമല്ല. നേരെ മറിച്ച് അവരുടെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായി നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ട് അനന്തകുമാർ എന്ന് പറയപ്പെടുന്ന ഇതിൻ്റെ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടാണ് ഇതിൻ്റെ ഭാഗമാകാമെന്ന് പറയുന്നതും ഇതിൻ്റെ ഭാഗമാകുന്നതും. ആദ്യത്തെ ഒരു ടേൺ കൊടുക്കുന്നു, രണ്ടാമത്തെ ഒരു ടേൺ കൊടുക്കുന്നു, ആ പൈസകളൊക്കെ കൊടുക്കുന്നതനുസരിച്ച് വണ്ടികൾ വരുന്നു. ആദ്യം 2000 എന്നാണ് എൻ്റെ വിശ്വാസം, പിന്നെ ഒരു 1000-2000 എന്നാണ് വിശ്വാസം. മൂന്നാമത്തേതിൽ പകുതി കിട്ടുന്നു, പിന്നെ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഈ തർക്കമുണ്ടെന്ന് അറിയുന്നത്. സ്വാഭാവികമായിട്ട് അനന്തകുമാർ പറയുന്നു ഞാൻ അതിന് രാജിവെച്ചു എന്ന് പറയപ്പെടുന്നു. അപ്പോഴാണ് ഇഷ്യൂ അറിയുന്നത്. സ്വാഭാവികമായിട്ട് ഈ സൈൻ എന്ന് പറയപ്പെടുന്ന സംഘടന ഇതിൻ്റെ ഒരു ഇരയായി മാറുകയാണ്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതൊന്ന് മാറാൻ പറ്റുമോ? അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സൈൻ സംഘടനയിലൂടെ കൊടുക്കുന്ന പൈസകൾ തിരിച്ചു കൊടുക്കുന്ന വളരെ കൃത്യമായിട്ടൊരു സാമൂഹ്യ ബോധവും രാഷ്ട്രീയക്കാരനും ആയതുകൊണ്ട് പേരിൽ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇൻറ്റൻഷൻ എന്ന് പറയപ്പെടുന്നത് 10 രൂപ ഉപകാരമുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് കിട്ടട്ടെ എങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അപർണ പറഞ്ഞ പോലെ പ്രസ് ക്ലബിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് സൈൻ ഇതിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാ സാമുദായ പ്രവർത്തകരെയും, എല്ലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരെയും ഒക്കെ ഇതിനെ ടാക്കിൾ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വിഷയം കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പോലീസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് എന്താണ് ഇവരുടെ ഇൻറ്റൻഷൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് അതിനുള്ളിലുള്ള കാര്യം പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇടതുപക്ഷ MLA മാരുണ്ടായിട്ടുണ്ട്, വലതുപക്ഷ MLA മാരെ ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷ മന്ത്രിമാർ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയപ്പെടുന്നത്, ഈ കൺസോർഷ്യത്തിൻ്റെ പാറ്റേൺ എന്ന് പറയപ്പെടുന്നത് ഒരു ജഡ്ജാണെന്നാണ് എൻ്റെ വിശ്വാസം, റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജാണെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു സംഘടനയുണ്ട്, അവിടെ ഈ പരിപാടി നടത്തണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ സത്യത്തിൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല. അപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയതിൻ്റെ പിന്നെ എനിക്ക് അതിന് പോകാൻ നേരം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. അങ്ങനെ ഒരു പ്ലാനും വേണ്ടാന്ന് വിചാരിച്ചു. ഞാൻ ആ സമയത്ത് ആ സംഘടനയ്ക്ക് ഒരു 10 പേർക്ക് 10 ഗുണം കിട്ടിക്കോട്ടെ, ഒരു പകുതി വിലയ്ക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഇതിൻ്റെ പുറകിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ട് എന്നും ഇതൊരു പറ്റിക്കണം എന്ന് പറയപ്പെടുന്ന ഒരു ഉദ്ദേശമുണ്ട് എന്നും നമുക്ക് വിചാരിക്കുന്നില്ലല്ലോ. ഏത് പ്രവർത്തകർ അത് വിചാരിക്കുന്നത്, ഏത് സാമൂഹിക പ്രവർത്തകർ അത് വിചാരിക്കുക, ഏത് രാഷ്ട്രീയ പ്രവർത്തകർ അത് വിചാരിക്കുക? ഒരിക്കലില്ലെന്ന്. കുറേ പരിപാടികൾ കാണുമ്പോൾ എന്നാൽ നമ്മുടെ ആളുകൾക്കും 10 കിട്ടിക്കോട്ടെ എന്നല്ല എല്ലാവരും വിചാരിക്കുക. അപർണയുടെ മാധ്യമ പ്രവർത്തന രംഗത്തുള്ള പ്രസ് ക്ലബ്ബും സ്വാഭാവികമായിട്ട് വിചാരിച്ചിട്ടുണ്ടാവുക ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്കും എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. 76ഓളം വരുന്ന മാധ്യമ
പ്രവർത്തകർ ഈ സൈനിലൂടെ ഈ വാഹനം നേടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരൊന്നും ഈ പറഞ്ഞ മാതിരിയുള്ളതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കള്ളത്തരമുണ്ടോ എന്നുള്ള ഒരു ഭയമൊന്നും ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇല്ല എന്നുള്ള ഉറപ്പൊന്നും പുറത്തായിരുന്നല്ലോ. കാരണം ഇതിൻ്റെ പുറകിലുള്ള ആളുകൾ, അതിൻ്റെ പാറ്റേണായിട്ടിരിക്കുന്ന ആളുകൾ, അതിൻ്റെ കൺസോർഷ്യത്തിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ ട്രാക്ക്, ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനൊരു സൂത്രപ്പണി ഉണ്ടായിരുന്നു, ഒളിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് കൃത്യമായ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ട് ഫയൽ ചെയ്യട്ടെ. ഫയൽ ചെയ്യുന്ന സമയത്ത് ആ റിപ്പോർട്ടിനകത്തുണ്ടാകുന്ന കഥകൾക്കനുസരിച്ച് അതേ വണ്ടി എങ്ങോട്ടാണ് ഇവർ ഓടിച്ചിരുന്നതെന്നും ആ വണ്ടി ഓടിക്കാനുണ്ടായിരുന്ന ഇൻറ്റൻഷൻ എന്തായിരുന്നുവെന്നും അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഇതിനെ വിശകലനം ചെയ്ത് അതിൽ രാഷ്ട്രീയ പങ്കാളിത്തം ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ, അതിൽ രാഷ്ട്രീയ പങ്കാളികൾ കാശ് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ വിശകലനം ചെയ്യാം. ഈ കേരള സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ടും. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീ എം കെ ഹരിദാസ്, ആരെല്ലാം തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതടക്കം സാധാരണക്കാരാണ് ഇതിന്റെ ഇരകളെല്ലാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പേട്രൺസ് ആയതുപോലും സമൂഹത്തിൽ വിലയും നിലയുമുള്ള പലരുമാണ്. ഇവരൊക്കെ ഞങ്ങളെ രക്ഷാധികാരികളാക്കി, ഈ വിഷയം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേക്കും ഇതങ്ങ് ഒരു വലിയ ശൃംഖല പോലെ ഇതങ്ങ് പോയി. പിന്നെ എങ്ങനെ രാഷ്ട്രീയക്കാർക്കെതിരെ വിരൽ ചൂണ്ടാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതേ ചോദ്യം പോലീസിനും ബാധകമല്ലേ? പോലീസ് അസോസിയേഷൻ പോലും ഇതിനകത്ത് സംശയം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2.5 വർഷം ഇത്രയും വലിയ തട്ടിപ്പ് നടന്നപ്പോൾ പോലീസ് എന്തുകൊണ്ട് കാര്യക്ഷമമായില്ല എന്ന് ചോദിച്ചാൽ, വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യമായിരുന്നു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഇന്റൻഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ ഈ മിനിറ്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് മതിയാകുമോ ശ്രീ ഹരിദാസ്? സംസ്ഥാന പോലീസ് മേധാവി തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കലിന്റെ താവളത്തിൽ നിത്യസന്ദർശകനായിട്ട് ടിപ്പു സുൽത്താൻ്റെതെന്ന് പറയുന്ന മറ്റേ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഫോട്ടോ എടുത്തൊരു സംസ്ഥാനത്ത് നമ്മുടെ പോലീസ് ഇത്തരത്തിൽ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇടപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപർണ, നമുക്കറിയില്ലേ നമ്മുടെ പോലീസ് സംവിധാനത്തെയും. ആ പോലീസ് മേധാവിയെ പിന്നീട് മെട്രോന്റെ MD ആക്കിയിട്ട് പെൻഷന് പുറമെ 2,60,50,000 രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ, പോലീസിൽ നിന്ന് CSR ഫണ്ട് എന്താണ് എന്ന് അറിയുക പോലും ചെയ്യാത്ത ബീഡി തെറുപ്പുകാര്, തുന്നൽ തൊഴിലാളികള്, മുട്ടക്കോഴി വിതരണം, മുട്ടക്കോഴികളെ വളർത്തിയിട്ട് അവ വിറ്റിട്ടുള്ള പൈസ, കുട്ടിയുടെ കഴുത്തിലെ പണയം വെച്ചിട്ടുള്ള പൈസ കൊണ്ടൊക്കെ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ച പാവങ്ങളാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഇന്റലിജൻസിനും ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിനും കഴിയാതെ പോയതാണ് ഈ സംഭവത്തിന്റെ കാര്യം. പക്ഷെ നമ്മുടെ പോലീസ് എന്ന് പറയുന്നത് തികച്ചും ഊതൽ പിടിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിട്ട് മാറി എന്നുള്ളത് നമുക്ക് പോത്തുണ്ടിയിലും നമുക്ക് ചേന്നമംഗലത്തിൽ നിന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പൊ പിന്നെ അതിനെ കുറിച്ചിട്ട് പോലീസിനെ ഇതിലേക്ക് നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടെ പോലീസ് സംവിധാനം ഉണ്ടോ എന്ന് തന്നെ പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഇതില് ഹൈക്കോടതിയുടെ ഒരു ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി ഇതിന്റെ മറ്റേ രക്ഷാധികാരിയായി വന്നിട്ടുള്ളത് 24 കൊല്ലം മുമ്പ് കടവന്ത്ര കേന്ദ്രീകരിച്ചിട്ട് ഹാർട്ട് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ ബ്ലോക്കുകൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പിന്നീട് ആ ബ്ലോക്ക് ഇല്ല എന്ന് ആളുകളെ കാണിച്ചുകൊണ്ട് അന്ന് 5000 രൂപ വാങ്ങിയിരുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രം 24 മണിക്കൂറിനുള്ളിൽ കുറെ യുവാക്കൾ ചേർന്ന് അടിച്ച് തകർത്ത് അടപ്പിച്ചു. അതിന്റെ രക്ഷാധികാരി ഇതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു ജസ്റ്റിസ് ആയിരുന്നു. പേര് ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി വെറുതെ അദ്ദേഹം കുറച്ച് പ്രായാധിക്യം കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ഈ ജസ്റ്റിസുമാരൊക്കെ അതിബുദ്ധിമാന്മാരാണെന്നും അവരൊന്നും ഇത്തരം തട്ടിപ്പുകളുടെ ആസ്ഥാനത്ത് പോയിട്ട് വീഴില്ല എന്നുള്ളതൊക്കെ വെറും മിഥ്യാധാരണകളാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്തരം ശതകോടികളുടെ തട്ടിപ്പിന്റെ പാകമായ വിധത്തിൽ നമ്മുടെ കേരള സംസ്ഥാനം പാകപ്പെടുത്തിയെടുത്തിരിക്കും. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്ക് നിസ്സാരമല്ല. അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ കൃത്യമായിട്ടുള്ള വിവരം ഒരു കാരണവശാലും ഒരു അന്വേഷണ ഏജൻസിയും, അത് കേന്ദ്ര അന്വേഷണ ഏജൻസി ആവട്ടെ സംസ്ഥാനത്തിന്റെ ഒരു SIT തന്നെ അന്വേഷിച്ചാലും പുറത്തു വരില്ല പറഞ്ഞ കാരണം എന്താ? കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികള് ഈ തട്ടിപ്പിന് കൊട പിടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു വാസ്തവമാണ്. ഞാൻ ഈ ചർച്ചയിൽ തുടർന്നുണ്ടാവില്ല എന്ന് അപർണയ്ക്ക് അറിയാവുന്നത് കൊണ്ട് 1 മിനിറ്റ് കൂടി സമയം എനിക്ക് തരണം. ഈ BJPയുടെ ഇവിടുത്തെ വക്താവ് എത്ര ലാഘവമായിട്ടാണ് പറയുന്നത്, എന്റെ മരുമകൾ ഈ തട്ടിപ്പിനിരയായ ഒരു വ്യക്തിയാണ്, ഈ തട്ടിപ്പിന്. പക്ഷെ എന്റെ മരുമകളോട് ഗ്യാരണ്ടി പറഞ്ഞ BJP നേതാവ് അവർക്ക് ഇതിനോടകം കഴിഞ്ഞ 1-ാം തീയതി 30,000 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ BJP നേതാവിന്റെ പേര് പറയില്ല, കാരണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ പൈസ തിരിച്ചു തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട BJP വക്താവെ, അങ്ങ് മനസ്സിലാക്കൂ, AN രാധാകൃഷ്ണന്റെ 6 അടി ഉയരമുള്ള ഫ്ലക്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയുമോ? സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി.
പാതി പണം കേന്ദ്ര സർക്കാരിന്റെ മഹിളകളെ ഉദ്ധരിക്കാൻ വരുന്നിടത്തു നിന്നാണ് എന്ന് വാക്കാൽ പറയുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്ര ലാഘവമായിട്ട് അങ്ങതിലെ എൻ രാധാകൃഷ്ണന്റെ എന്താണ് സൈൻ എന്ന് പറയുന്ന സംഘടന ഇത്തരത്തിൽ ഒരു തട്ടിപ്പുകാരന്റെ കേന്ദ്രത്തിൽ പോയി തലവെച്ചുകൊണ്ട് BJP ഇവിടെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണെന്ന് വരുത്തേണ്ട ഒരു ഗതികേട് 19 സംസ്ഥാനം അപ്പോൾ ഭരിക്കുന്നുണ്ടായിരുന്നു. BJPക്ക് വന്നുവെങ്കിൽ സുഹൃത്തെ അത് അങ്ങേയറ്റം അപച്യുതിയല്ലേ സുഹൃത്തെ? അതായത് ഈ ഫ്ലക്സിൽ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. BJPയുടെ കൊടിയുണ്ട്, BJPയുടെ കളർ കോഡിലാണ് എൻ രാധാകൃഷ്ണന്റെ ഈ ഫ്ലക്സ് അടിച്ചിരിക്കുന്നത്. BJPയുടെ കൊടിയും BJPയുടെ കളർ കോഡും വെച്ചിട്ട് ഇത്തരത്തിലൊരു തട്ടിപ്പുകാരിൽ നിന്നും പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാങ്ങിക്കൊണ്ട് BJPയുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവരെ പറ്റിക്കാൻ വേണ്ടി വിതരണം ചെയ്യേണ്ട ഗതികേടിലേക്ക് 19 സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുകയും കേന്ദ്രഭരണം നടത്തുകയും ചെയ്യുന്ന BJP എത്തിച്ചേർന്നെങ്കിൽ അത് ധാർമ്മികമായ അപച്യുതിയല്ലേ നേതാവെ കാണിക്കുന്നത്? അങ്ങേയറ്റം അപച്യുതിയല്ലേ? എന്നിട്ട് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയുകയാണ് സൈറ്റ് എന്ന് പറയുന്ന സംഘടന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. ആ സംഘടന ഇദ്ദേഹവുമായി ചേർന്ന് നടത്തിയത് തെറ്റുപറ്റി. ആ തെറ്റുപറ്റി എന്ന് പറയുന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത്? നാളെ MK ഹരിദാസൻ ഇതുമായി ഒരു തട്ടിപ്പ് നടത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്റെ കൂടെ നിൽക്കുക. അങ്ങേയറ്റം BJPക്കും ലാലി വിൻസെന്റ് എന്ന് പറയുന്ന സ്ത്രീ കേവലം അപർണ ഒരു വക്കീല് മാത്രമല്ല, അവരുടെ 40 ലക്ഷത്തിന്റെ ഫീസിന്റെ കഥ അവർ ഹൈക്കോടതിയിൽ പറഞ്ഞപ്പോ അല്ല MK ഹരിദാസ് എറണാകുളം കോട്ടയം ഭാഗത്ത് നിന്ന് ഇനി 100-ലേറെ ജനപ്രതിനിധികളുടെ ഒക്കെ പേരാണ് വരാനുള്ളത്. ഇത് പോലീസിന്റെ കയ്യിലുണ്ട്. പൊളിറ്റിക്കൽ ഹണ്ടർ അങ്ങനെയാണ് ഈ അനന്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പുറത്തു വന്നാൽ ഒരു പാർട്ടിയല്ല, അത് എല്ലാ പാർട്ടികളും കുടുങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഈ അന്വേഷണം ഇത് പോലീസ് എങ്ങനെ ഏറ്റെടുക്കും? പോലീസ് തന്നെ കുടുങ്ങുന്ന ഒരവസ്ഥയിൽ ഈ അന്വേഷണം എന്ത് ചെയ്യാൻ കഴിയും? പോലീസിന്റെ എത്ര മേധാവികൾ ഈ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ പോലീസിന്റെ എത്ര മേധാവികൾ ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വരാനിരിക്കുന്ന കണക്കാണ്. അതുപോലെ തന്നെ അപർണ എന്നോട് പറഞ്ഞത് വലിയൊരു ലിസ്റ്റ് തന്നെ ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും. എങ്ങനെയാണ് അപർണ ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഈ കോൺഫെഡറേഷന്റെ ഉദ്ഘാടനത്തിന് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്? നമ്മൾ അതിന്റെ ഇന്റലിജൻസിന്റെ സംവിധാനങ്ങളും മറ്റും ഒന്നും നോക്ക വേണ്ട. ആരെന്ത് ഉദ്ഘാടനത്തിന് വിളിച്ചാലും പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഒരു മന്ത്രി അകപ്പതിച്ചോ? അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇത്തരത്തിലുള്ള തട്ടിപ്പ് ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ജനപ്രതിനിധികളും മന്ത്രിമാരും ഈ പോലീസും നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായതിന്റെ അവസാന ഉദാഹരണമാണിത്. കാരണം ഹൈറീച്ച് തട്ടിപ്പ് നടന്നത് ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഇത് മാത്രമല്ല, എല്ലാവിധ ഒത്താശയും ചെയ്തുകൊണ്ടിരുന്നത് ഈ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും അവിടുത്തെ പോലീസ് മേധാവികളുമാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ട് 4-5 മാസം കഴിഞ്ഞപ്പോൾ അപർണ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ചർച്ച ഇവിടെ തകർത്ത് നടക്കുമ്പോ അണിയറയിൽ ഇത്തരം തട്ടിപ്പുകാർ മറ്റേതൊക്കെയോ ഇത്തരം തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കോപ്പ് കൂട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. ആരും വിടാം, മാധ്യമപ്രവർത്തകർ വീഴാം, ഇതുമാതിരിയുള്ള സാമൂഹ്യ നിരീക്ഷകർ. അല്ല ശ്രീ MK ഹരിദാസ്, താങ്കൾ കുറച്ച് സമയം ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ഇതൊക്കെ ശരിയാണ്, പക്ഷെ മലയാളിയുടെ ഒരു ബേസിക് നേച്ചർ ഇതിനകത്തുണ്ടല്ലോ. ഇനി ഇവിടെയല്ല, ഈ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഗൾഫിൽ പോയിട്ട് പോലും ജോബ് തട്ടിപ്പിനകത്ത് കുടുങ്ങുന്ന ആൾക്കാരുടെ പേരെടുക്കുമ്പോൾ അത് മലയാളികളുടെ ലിസ്റ്റുണ്ട്. അതിനകത്ത് അങ്ങേയറ്റം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തൊട്ട് മേസ്തിരി വരെയുള്ളവർ അതിനകത്തുണ്ട്. അതായത് ഇതൊരു ബേസിക് നേച്ചറിലെ ഇത് ഏത് പോലീസ് വന്നിട്ട് ഇത് ശരിയാക്കി എടുക്കാനാണ്? അത് തീർച്ചയായിട്ടും. പക്ഷെ പോലീസ് വന്നിട്ട് ശരിയാക്കി എടുക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങള് ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെ കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ചിട്ട് തുടക്കത്തിൽ അതിന് തടയിടാൻ പറ്റുന്നതാണ് പറഞ്ഞത്. കാരണം മലയാളി എന്തായാലും ഇറങ്ങി തിരിച്ചിട്ടുള്ളവരെ ഒരു കാര്യം കൂടി ഒറ്റ സെക്കൻഡ്. കോയമ്പത്തൂര് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇതുമായി ഒരു തട്ടിപ്പ് കേന്ദ്രത്തിന്റെ വന്നു. എന്റെ ഒരു അകന്ന ബന്ധു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. അവരെന്ന് ആലോചിക്കണം. 1.25 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 100 ദിവസം കൊണ്ട് 4 ലക്ഷം രൂപ കിട്ടുമെന്നായിരുന്നു ഓഫർ. അവരതിൽ പണം നിക്ഷേപിച്ചു. നിർബന്ധം സഹിക്ക വയ്യാതെ ഒരു പരാതി കൊടുക്കാൻ ഞാൻ അവരുടെ കൂടെ കോയമ്പത്തൂര് DIG ഓഫീസിൽ പോയപ്പോൾ DIG എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ തട്ടിപ്പിൽ ഇതുവരെ ഇവിടെ പരാതിപ്പെട്ടിട്ടുള്ള 1500 പരാതികളിൽ 1400 മലയാളിയാണെന്ന് പറയുമ്പോ
ഒരു ജോലി തേടി ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുള്ള സാധാരണക്കാരെ നമ്മൾ ഇതിൽ പറയണം. ഈ 1500 അപേക്ഷയിൽ 1400 ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് റിട്ടയർമെന്റ് നേടിയവരുമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ഒരു കാരണവശാലും നേടിയാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായിട്ടും ശ്രീ എം കെ ഹരിദാസ്, അതൊരു ബേസിക് വിഷയം തന്നെയാണ്. വളരെയധികം നന്ദി. താങ്കൾ മറ്റൊരു ചർച്ചയിൽ പോകാനുള്ളത് കൊണ്ട് വളരെയധികം ഇത്ര നേരം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ആയുർബിജു, ഞാൻ താങ്കൾക്ക് ഇപ്പോൾ വരാൻ കാരണം ഇതെല്ലാം കൂടെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്, ആർക്കാണ് പങ്കില്ലാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോഴും ഇന്റലിജൻസും വിജിലൻസിന്റെയും റിപ്പോർട്ട് ഈ നാട്ടിലില്ലേ? ഇത്രയും വലിയ ഒരു തട്ടിപ്പ് 2.5 വർഷം നടന്നിട്ട് ഇതൊന്നും ആരും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിഭാഗങ്ങളൊക്കെ എന്ന് ചോദിക്കില്ലേ? കാശ് പോയത് സാധാരണക്കാർക്ക്, ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ആരൊക്കെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് എന്നതിൽ ഒരു മാധ്യമ പ്രവർത്തകരടക്കം തൊട്ട് ഒരു പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ സേഫ് സോണിലായിരിക്കും. പക്ഷെ സാധാരണക്കാരുണ്ട്, കുട്ടികളുടെ സ്വർണ്ണാഭരണമൊക്കെ പണയം വെച്ചിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നു. എന്ത് ചെയ്യുകയായിരുന്നു ഇന്റലിജൻസും വിജിലൻസ്? ഈ റിപ്പോർട്ടൊന്നും ആരും കണ്ടിട്ടില്ലേ? രാഷ്ട്രീയ പ്രതിനിധികളും പോലീസും ഒന്നും ഈ റിപ്പോർട്ടൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ടും ഉണ്ടായിട്ടില്ലേ? ഒരിക്കൽ കൂടി മലയാളിയുടെ യുക്തിബോധത്തെയും അവരുടെ ബുദ്ധിശൂര്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മളുടെ മുന്നിൽ ഇതിന് സമാനമായ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആട് മാഞ്ചിയും തട്ടിപ്പായാലും ടോട്ടൽ ഫോർ യു ആയാലും അങ്ങനെ PLS ആയാലും അങ്ങനെ അനവധി. എനിക്കുള്ള 50 വർഷക്കാലത്തെ ജീവിതത്തിനുള്ളിൽ ഇത്തരത്തിൽ പലതരം തട്ടിപ്പുകൾ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാൽ പോലും മനുഷ്യന്റെ അത്യാഗ്രഹം അല്ലെങ്കിൽ മനുഷ്യന്റെ ആസ്തി അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവന് ദോഷമായി തീരുകയാണ്. ഇവിടെയും സംഭവിച്ചത് തന്നെയാണ്. 100 രൂപ തന്നാൽ 200 രൂപയ്ക്ക് സമാനമായ തുക അല്ലെങ്കിൽ ലാഭം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയുമ്പോൾ നേരത്തെ പ്രിയപ്പെട്ട ഹരിദാസ് സാർ പറഞ്ഞതുപോലെ മലയാളി ആ ലാഭത്തിന് പിറകെ ഓടുന്ന ഒരു വസ്തുത, ഒരു കാഴ്ച, വേദനാജനകമായ ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. ഇവിടെ ഈ വിഷയത്തിൽ പലരുമുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ നേതാവ് വസന്ത് പറഞ്ഞു ജാഗ്രത കുറവ്. ഇവിടെ ജാഗ്രത കുറവല്ല, ഒരു കുറ്റവാളിയുടെ അതിസൂക്ഷ്മമായ ജാഗ്രതയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. അതിനെ അങ്ങനെയേ കാണാൻ പറ്റൂ. കൃത്യതയോടുകൂടി നാടിലെ സമ്പത്തിനെ അടിച്ചുകൊണ്ടുപോകാൻ, സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുവാൻ ബുദ്ധിമാനായ ഒരു പ്രതി നടത്തിയ അതിസൂക്ഷ്മതയാണ് ഇവിടെ വിജയിച്ചത്. അവിടെ നമ്മുടെ പല സംവിധാനവും പരാജയപ്പെട്ടു. ഒരുപക്ഷെ പോലീസ് ആയാലും ഇന്റലിജൻസ് ആയാലും നമ്മളെ പല സംവിധാനവും പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ സമ്മതിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഉല്ലാസമാവ് പറഞ്ഞതുപോലെ ഇതിൽ പല രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അറിഞ്ഞോ അറിയാതെയോ ഇതിനെ മാർക്കറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പോലും ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് ഈ പറയുന്ന തട്ടിപ്പിനെ കൃത്യതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി മാർക്കറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. പ്രധാനമന്ത്രിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു, പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നു, പ്രധാനമന്ത്രിയെ ഷാളണിയിക്കുന്നു. അതിനൊക്കെ ശ്രീ ബെന്നി ജനപക്ഷം, നമുക്ക് ആ നോയ്സ് വരുന്നത് കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് താങ്കളുടെ ഭാഗത്താണെന്ന് തോന്നുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ഒരല്പം അതൊന്ന് ടേക്ക് കെയർ ആണെന്നുള്ള റിക്വസ്റ്റ്. ശ്രീ ആയുർബിജു തുടരാം. ഞാൻ പറഞ്ഞു വന്നത് അതിസൂക്ഷ്മതയോടുകൂടി ഒരു കുറ്റവാളി കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അതിനുവേണ്ടി അദ്ദേഹം ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കരുവാക്കുന്നു. ഇന്ന് ഞാൻ കേട്ട ഒരു ചർച്ചയിൽ ഞാൻ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് രാധാകൃഷ്ണന് AN രാധാകൃഷ്ണൻ ഇതിൽ പ്രതിയല്ല എന്ന് പറയുന്ന ഈ അനന്തകൃഷ്ണന്റെ ഒരു വാചകം പണ്ട് ഞങ്ങൾ നാട്ടിൽ കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ തട്ടിന്റെ പുറത്തുമില്ല കിണറ്റിലുമില്ല എന്ന് പറയുന്ന ഒരു പ്രതിയുടെ മകന്റെ പറച്ചിൽ. അതിന് സമാനമായിട്ട് BJPക്ക് അല്ലെങ്കിൽ BJP നേതാവിന് ഇതിൽ പങ്കില്ല എന്ന് പറയുന്ന ഒരു ആയുർബിജു കുറച്ചും കൂടെ അവധാനത്തിലേക്ക് ഇത് പറയുന്നതായിരിക്കും നല്ലത്. മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിലൊക്കെ പങ്കെടുത്ത കക്ഷിയാണ് ഇത്. ഒരു വിരല് ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരല് തിരിച്ചു ചൂണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് അടക്കം, പോലീസ് അസോസിയേഷൻ അടക്കം ഇതിനകത്ത് നിൽക്കുകയാണ്. ഇത്ര ആത്മവിശ്വാസത്തിൽ പറയല്ലേ? മാധ്യമ പ്രവർത്തകർക്ക് ഒരു ആത്മവിശ്വാസത്തിലൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത്ര ആത്മവിശ്വാസത്തിൽ പറയല്ലേ? ഞാൻ പറയാം. നേരത്തെ വസന്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, LDF ആകട്ടെ,
ആരായാലും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ടാകുമ്പോൾ എല്ലാവരും വാങ്ങും. ഞാൻ ഈ വസന്തനോടും ചോദിക്കട്ടെ, കൈതോലപ്പായുമായി ബന്ധപ്പെട്ട പണ്ടൊരാൾ ഒരു പരാതി പറഞ്ഞപ്പോൾ അന്ന് ചർച്ച, എനിക്ക് തോന്നുന്നു ഞാനും വസന്തും ഒക്കെ പല ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. AKG ഭവനില് പൈസ കൊണ്ടു കൊടുത്തു, കവറിൽ പൈസ കൊണ്ടു കൊടുത്തു. അത് ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, എങ്ങോട്ട് പോയി എന്ന് ചോദിച്ച വസന്ത് തെങ്ങമ്പള്ളിയാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ്, കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ LDF ആകട്ടെ ഞങ്ങളില്ല എന്ന് പറയുവാൻ, ഇല്ല ഞങ്ങളുടെ നേതാക്കന്മാരില്ല എന്ന് പറയുവാൻ. അപർണ, അല്ല, LDF-ന്റെ നേതാക്കന്മാരില്ല എന്ന് ആയുർവേദിച്ചിരുന്നു പറയാണോ? അല്ല, LDF-ന്റെ ജനപ്രതിനിധികൾ ഒന്നുമില്ല, LDF-ന്റെ ജനപ്രതിനിധികൾ ഒന്നുമില്ല എന്ന് പറയാണോ? അല്ല ശ്രീ ആയുർവേദു, ഇത് ആവേശം മനസ്സിലാവുന്നില്ല. LDF-ന്റെ ജനപ്രതിനിധികൾ ഒന്നുമില്ല ഇതിനകത്ത് എന്നങ്ങ് പറയുകയാണോ? അല്ല വസന്ത് താങ്കൾ ക്ഷമിക്കൂ, വേറൊരു ഇഷ്യൂ ഉണ്ട് അപർണ. അതല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നോക്കൂ, ഞാൻ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫണ്ട് മേടിക്കുമെന്ന് ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിനോട് ആഡ് ചെയ്ത് പറഞ്ഞു, ആ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വീകരിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്, അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ചേർക്കപ്പെട്ട് നിൽക്കുന്ന ആരാണെന്നറിയോ? CPM നേതാക്കളെല്ലാം കുറച്ച് മേലിൽ നടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതിന്റെ അകത്തില്ല കേട്ടോ, ഞങ്ങളുടെ ആരുടെയും പേര് വന്നില്ല കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തെ 140 ജനപ്രതിനിധികളെ, ഈ സംസ്ഥാനത്തെ 20 MP-മാരെ, ഈ സംസ്ഥാനത്ത് 20-22 വരുന്ന മന്ത്രിമാരെ, ആർ ബിന്ദുവിനെ പോലെ വളരെ പ്രഗത്ഭയെന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മന്ത്രിയെ പറ്റിച്ചു പോകാൻ ഒരു 26-കാരന് പറ്റിയെങ്കിൽ നിങ്ങളുടെ ആഭ്യന്തര സംവിധാനത്തെ കൊണ്ട് ഒരു അവിടെ എന്താണ് സംഭവിച്ചത്? റോന്ത് പോലാണ് നിങ്ങളുടെ പോലീസിന്റെ പണി. നവകേരള സദസ്സിനെ റോന്ത് വെക്കുക, അല്ലാതെ ഒരു പണിക്കും നിങ്ങളുടെ പോലീസിനെ കൊണ്ട് കൊള്ളില്ല. അതുകൊണ്ട് നവകേരള സദസ്സിനൊക്കെ ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ശ്രീ ആയുർവേദു, നവകേരള സദസ്സിന് അടക്കം ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനിപ്പോഴും പഠിക്കാം, എറണാകുളം കോട്ടയം ഭാഗത്തെ ഈ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് ഒക്കെ പുറത്തു വരുമ്പോൾ ആരൊക്കെ ഉണ്ടാകും? വസന്തേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നവകേരള സദസ്സിന് പലരും സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത്. ആ കാര്യം തർക്കമില്ല. അപ്പോൾ ഒരാൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം, വാങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലാലി വിൻസെന്റിന്റെ പേരില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? ഒരിക്കലും ഒരു ജനത്തിന്റെ അപർണയ്ക്ക് ഓർമ്മയുണ്ടാകും. നവകേരള സദസ്സിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം നടന്ന പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് അറിയാമോ? ഏറ്റവും മികച്ച പിരിവ് നടത്തിയ റവന്യൂ ഉദ്യോഗസ്ഥന്റെ സ്വീകരണം, മെമന്റോ കൊടുത്തു, ഷാളിട്ട് അണിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോ ഉദ്യോഗസ്ഥരെ പ്രഷറൈസ് ചെയ്യായിരുന്നു, എവിടെയെങ്കിലും പോയി പണം പിരിച്ചോണ്ട് വരാൻ, വട്ടിപ്പലിശക്കാരനെ പോലെ പോയി പിരിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞ് മറ്റേ കൊട്ടേഷൻ ടീമിനെ പറഞ്ഞു വിടുന്ന പോലെ പറഞ്ഞു വിടുകയായിരുന്നു. ഏറ്റവും നല്ല പോലെ പിരിച്ച വട്ടിപ്പലിശക്കാരനെ സ്റ്റേജിൽ ആദരിച്ചു. ന്യൂസ് 8-ന്റെ ആർക്കൈവ്സിലുണ്ട്. അപ്പോ ആ പോയ കൂട്ടത്തിൽ ചീഫ് സെക്രട്ടറിയും പോയി അനന്തുവിനെ 7 ലക്ഷം മേടിച്ചു കാണും. ഇന്ന് ലാലി വിൻസെന്റ് പറഞ്ഞെന്താ? ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആരെ പരിചയപ്പെടുത്തി കൊടുത്തത്? പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നെ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈയാളുന്നത് മുഴുവൻ കൊട്ടേഷൻ സംഘമോ അഴിമതി സംഘമാണെന്ന് ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നു. അപ്പൊ ആ അഴിമതി സംഘം അനന്തുവിന് ഇവിടെ സ്വൈരവികാരം നടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തു കാണും. വിഷയം നിയമപാലകരാണ്. പോലീസ് അസോസിയേഷൻ പോലും ഈ പ്രതിസന്ധിക്കകത്ത് പെട്ടുകിടക്കുന്നു. ഈ 2.5 വർഷം എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇത് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നു, പലതരത്തിലുള്ള പരാതികൾ വരുന്നു. ഇത് ഈ 1000 കോടിയിലേക്ക് എത്തുന്നതിന് മുൻപൊക്കെ ജാഗ്രത ഉണ്ടാകേണ്ടത് ആ ഭാഗത്തു നിന്നായിരുന്നു. ഇതാദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ ഒരു തട്ടിപ്പൊന്നും കേരളത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് എന്നതനുസരിച്ചുള്ള ഒരു അവധാനത, ആ ഒരു ജാഗ്രതയൊക്കെ എന്തുകൊണ്ട് നിയമപാലക സംവിധാനത്തിൽ നിന്നുണ്ടായില്ല എന്നൊരു ചോദ്യമല്ലേ? അതിന്റെ ഉത്തരം കുറഞ്ഞപക്ഷം ആരെങ്കിലും വേണ്ടി ഉത്തരം പറയാൻ, ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലീസിന് ബാധ്യതയുണ്ടെങ്കിൽ അതിന് സർക്കാരിന് ബാധ്യത, പാർട്ടിക്ക് ബാധ്യത ഒക്കെ വരും. അപർണ, 2 തവണ താങ്കൾ ഈ പോലും എന്ന വാക്ക് ഉപയോഗിച്ചു. എന്തിനാണെന്നറിയാമോ? ഒന്ന്, മാധ്യമ പ്രവർത്തകർക്ക് പോലും. അവിടെ താങ്കൾ എന്തിനാ ഈ പോലും ഉപയോഗിച്ചു? 2, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും. ഇവിടെ നിങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കക്ഷികളാണെന്നേ ഞാൻ ആദ്യം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിയെയും അവരുടെ സൂക്ഷ്മതയെയും അല്പം ജാഗ്രത കുറവുമുണ്ടായി. ഈ ജാഗ്രത കുറവിന് ആനുപാതികമായ അതിസൂക്ഷ്മമായ ജാഗ്രത അനന്തകൃഷ്ണനും ആനന്ദകുമാറിനും ഉണ്ടായി. അതാണ് സംഭവിച്ചിരിക്കുന്നത്.
ഇവിടെ പണം അല്ല നഷ്ടപ്പെട്ട അതാണ്. അപ്പോൾ ആ പോയിന്റിലേക്ക് എത്തി. സായിഗ്രാം ചാരിറ്റിയിലൂടെ ഈ ആനന്ദകുമാർ പ്രതിപട്ടികയിൽ ഇതുവരെ ചേർത്തിട്ടില്ല. ഇതുവരെ ആനന്ദകുമാറിന്റെ പേര് ചേർത്തിട്ടേ ഇല്ല. അതെന്തായിരിക്കും കാരണം? അല്ല, കേസിന്റെ അന്വേഷണം നടക്കുന്നതല്ലേ ഉള്ളൂ. ഇന്ന് വരെ നിങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 ഉൾപ്പെടെ പുറത്തുവിട്ട രേഖകൾ പ്രകാരം, ന്യൂസുകൾ പ്രകാരം അന്വേഷണം നടക്കുന്നു, തെളിവെടുപ്പ് നടക്കുന്നു. ഈ അനന്തകൃഷ്ണനുമായി വിവിധ സ്ഥലങ്ങളിൽ പോയി തെളിവെടുപ്പുകൾ നടക്കുന്നു. ആ തെളിവെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ ഉണ്ടാകുമോ? അല്ല, ക്രൈംബ്രാഞ്ചിന് ഒരു ആത്മവിശ്വാസം കുറവുണ്ട്. ക്രൈംബ്രാഞ്ചിന് ആത്മവിശ്വാസം കുറവുണ്ട്. ശ്രീ ആയുർ ബിജു, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇത് ഏത് തരത്തിലാണ് ഏറ്റെടുക്കുക? അങ്ങനെ കൃത്യമായി ഏറ്റെടുത്ത് ഒരു തീരുമാനത്തിലേക്ക് ഇത് പോയിട്ടുമില്ല. ക്രൈംബ്രാഞ്ചിന് എന്തുകൊണ്ടായിരിക്കും ആത്മവിശ്വാസക്കുറവ്? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, തെളിവെടുപ്പ് ഈ പ്രതിയുമായി കേരള പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിന് വെളിച്ചത്തിൽ ലഭ്യമാകുന്ന അന്വേഷണം കാര്യക്ഷമമാണോ? പോലീസ് അന്വേഷണം കാര്യക്ഷമമാണോ? അവരുടെ പേര് നടപടികൾ അല്ല, ആയുർ ബിജു, പോലീസ് അന്വേഷണം കാര്യക്ഷമമാണോ? പോലീസ് അന്വേഷണം കാര്യക്ഷമമാണോ? തീർച്ചയായിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമാണ്. എന്തുകൊണ്ടല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിന് അതോട് കൃത്യമായിട്ട് കയറിയിട്ടില്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചാൽ മതി എല്ലാവർക്കും എന്നുള്ള ഒരു ബോധ്യമാണോ BJPക്ക്? ഒരിക്കലുമല്ല അപർണ. ഞാൻ അപർണ ചോദിച്ച ഈ ചോദ്യത്തിന് മുൻപ് ഹരിദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ടല്ലോ. എനിക്ക് അപർണയോട് ആദ്യം തന്നെ ഒരു ബഹുമാനപൂർവ്വം ഞാൻ ഒരു നന്ദി പറഞ്ഞുകൊള്ളട്ടെ. കാരണം അപർണയടങ്ങുന്ന സമൂഹം പോലും ഇതിനെ വ്യക്തമായിട്ട് പെട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും ഇദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരിപാടി ചെയ്തിട്ടുണ്ട് എന്ന് ഓപ്പണായിട്ട് ഈ ചർച്ചയിൽ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ അങ്ങ് സമ്മതിച്ചതിലും ആ വിഷയം ടേക്കപ്പ് ചെയ്തതിലും ഞാൻ വളരെ നന്ദി പറയുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ ബഹുമാനായിട്ടുള്ള ശ്രീ ആയുർ ബിജു പറഞ്ഞു അത് BJP, കോൺഗ്രസ് ഇത്യാദി കാര്യങ്ങൾ പറയുന്നുണ്ട്. സാർ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഫോട്ടോ എന്ന് പറയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് നവകേരള സദസ്സാണ്, ഇടുക്കിയിലെ നവകേരള സദസ്സാണ്. ഈ സദസ്സിനകത്ത് നിൽക്കുന്ന ആരാണ്? P. പ്രസാദാണ് മന്ത്രി, വാസവൻ മന്ത്രിയാണ്, രാജൻ മന്ത്രിയുണ്ട്, ബിന്ദു മന്ത്രിയുണ്ട്, ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയുണ്ട്, സജി ചെറിയാൻ മന്ത്രിയുണ്ട്, മറ്റേ ബാലഗോപാൽ മന്ത്രിയുണ്ട്. ഈ നിൽക്കുന്നത് ആരാ? ഈ നിൽക്കുന്ന ആളാണ് ഈ അനന്തകൃഷ്ണൻ. ഈ മേടിക്കുന്ന ആളാരാണ്? ഇതാണ് ഈ അനന്തകുമാർ. സ്വാഭാവികമായിട്ട് നവകേരള സദസ്സിന്റെ വേദിയിൽ ഇവരുണ്ട്. ഇതിന്റെ തൊട്ട് താഴത്ത് ചായ സൽക്കാരമാണ്, ഇദ്ദേഹം കൂടിയിരിക്കുന്ന ചായ സൽക്കാരം. നോക്കിപ്പോൾ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഈ വ്യക്തി നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് വേദിയിൽ കയറുന്നുണ്ടെങ്കിൽ ഒരു ഇയാൾ കള്ളനാണെന്നോ അല്ലെങ്കിൽ ഇയാൾ കള്ളത്തരം ചെയ്യുന്ന ആളാണെന്നോ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ ഈ പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ബഹുമാനായ ശ്രീ ഹരിദാസ് പറഞ്ഞു, ഇവിടെ സൈൻ എന്ന് പറയപ്പെടുന്ന സൊസൈറ്റി, AN രാധാകൃഷ്ണന്റെ സൊസൈറ്റിയെക്കുറിച്ച് BJP നേതാവേ വളരെ ലാഘവത്തോടു കൂടി പറയല്ലേ. ഞാൻ ലാഘവത്തോടു കൂടിയല്ല അപർണ പറഞ്ഞത്. 4 കാര്യങ്ങൾ പറയാനുള്ളൊരു കാര്യം അപർണ ഒന്ന് സമയം തരണം. നമ്പർ 1, സൈൻ എന്ന് പറയപ്പെടുന്ന സൊസൈറ്റി ഈ 125ഓളം വരുന്ന കൺസോർഷ്യത്തിൻ്റെ ഭാഗമല്ല, അവർ ഇതിൻ്റെ മെമ്പറല്ല. 2, ഈ പ്രസ് ക്ലബിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം വിവിധ മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതിൻ്റെ പാറ്റേണായ ആളുകളെ നോക്കിയതിന് ശേഷം സായിഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീ അനന്തകുമാറിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു ഇംപ്ലിമെന്റിംഗ് ടീമായിട്ട് സൈൻ നിന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സൈൻ ഈ പൈസകൾ പലരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ആ പൈസ ഇതൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ തവണയും രണ്ടാമത്തെ തവണയും സൈൻ ഈ പൈസ സംശയിക്കില്ലല്ലോ സ്വാഭാവികമായിട്ട്. 3-ാം തവണയും പകുതി വാഹനങ്ങൾ തന്നിട്ടുണ്ട്. 3-ാം തവണയും ശ്രീ ആയുർ ബിജു താങ്കൾ പറഞ്ഞപ്പോൾ ഞാനൊന്നും പ്രതികരിച്ചില്ല. കഴിഞ്ഞ് പറഞ്ഞോളൂ പ്ലീസ്. 3-ാം തവണയും വാഹനത്തിന് ശ്രീ ഉല്ലാസ് ബാബു പറയട്ടെ, ഞാൻ തരാം, ഞാൻ താങ്കൾക്ക് സമയം തരാം. അതിന്റെ ഉത്തരം കൂടെ പുള്ളി പറഞ്ഞു പോകട്ടെ എന്നേ. ഒരു സെക്കൻഡ് മതി, ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ പറയുന്ന ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നു, അതാണല്ലോ തെറ്റ്. അതാണ് AN രാധാകൃഷ്ണൻ ചെയ്ത തെറ്റ്. അനന്തുവിന്റെയും അനന്തകുമാറിന്റെയും ആശയങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്തു. തട്ടിപ്പിന് കൂട്ടുനിന്നു, തട്ടിപ്പ് നടത്തി സാർ. അതാണ് ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുന്നത്. അതിന് മറുപടി പറയൂ നിങ്ങൾ. ശ്രീ താങ്കൾ നേരത്തെ അഭിസംബോധന ചെയ്ത വിഷയമാണ്, അതുകൊണ്ട് ഉൾപ്പെടുത്തിക്കോളൂ. ഇനി ആയുർ ബിജു
ഞാൻ ഉൾപ്പെടുത്താം. ഒന്നാം തവണയും രണ്ടാം തവണയും മൂന്നാം തവണയും പൈസ അടയ്ക്കുന്നതിന് വണ്ടികൾ വരുന്നു. ഇപ്പം ഇന്നലെ വരെ ചില രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുകളൊന്നും ഇവർക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യകത അതിനകത്ത് വന്നിട്ടില്ല. ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി നേരത്തെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഇംപ്ലിമെന്റിംഗ് ടീം ആവുക എന്ന് പറയപ്പെടുമ്പോൾ ഒരു കാരണവശാലും ഇയാളുടെ തട്ടിപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആയുർവിജയന് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി അടക്കമുള്ള, ബിന്ദു അടക്കമുള്ള, നിരവധി ജനപ്രതിനിധികൾ അടക്കമുള്ള, ഈ നജീബ് കാന്തല്ലൂർ അടക്കമുള്ള, ഒറ്റപ്പാലത്തെ പ്രേംകുമാർ അടക്കമുള്ള നിരവധി ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ ഇതിന്റെ ഭാഗമാകുന്നു. നിരവധി സാമുദായിക സംഘടനകൾ, നിരവധി പള്ളികൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാകുന്നു എന്ന് പറയപ്പെടുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ് എന്നുള്ള ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലും അങ്ങനെ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ്. സ്വാഭാവികമായിട്ട് ഇതിന് മുൻപേ നടന്നിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും സൈൻ എന്ന് പറയപ്പെടുന്ന സംഘടന ഈ വിഷയത്തിൽ വന്നു. അവസാനം ഇതിനകത്ത് കിട്ടുന്നില്ല, പ്രശ്നങ്ങളുണ്ട് എന്ന് ആനന്ദകുമാർ വിളിച്ചു പറയുകയാണ്. ഞാൻ രാജിവെച്ചു ഒരു സുപ്രഭാതത്തിൽ. സ്വാഭാവികമായിട്ട് പ്രതിസന്ധിയിൽ പെടില്ലേ? പൈസ അവരുടെ കയ്യിലല്ല കിടക്കുന്നത്. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഒരു സംശയമില്ലാതെ സൈൻ എന്ന് പറയുന്ന സംഘടനയുടെ ഓഫീസ് തുറക്കുകയും വരുന്നവർക്ക് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടും പൈസ വേണ്ടവർക്ക് പൈസ കൊടുക്കുന്ന ഉത്തരവാദിത്തം ചെയ്യാണ്. ഒളിച്ചോട്ടമല്ല ചെയ്തിട്ടുള്ളത്. BJPയുടെ ഒരു പ്രതിനിധിയും ഒരു സ്ഥലത്തു നിന്നും ഒളിച്ചോട്ടില്ല. ബഹുമാന്യ ശ്രീ ഹരിദാസ് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മരുമകൾക്ക് ഈ സംഭവം ഉണ്ടായി. BJP നേതാവായിരുന്നു ഇതിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ പൈസ തിരിച്ചു കൊടുത്തു. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകൻ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്നു. സൈൻ എന്ന് പറയപ്പെടുന്ന സംഘടന 13 വർഷക്കാലമായിട്ട് ഈ കേരളത്തിനകത്ത് ചെയ്ത് ഇതിനു മുൻപേ അത് ദിവ്യാംഗതയുടെ കാര്യമായിക്കോട്ടെ, വികലാംഗരുടെ കാര്യമായിക്കോട്ടെ, ജനൌഷധിയുടെ കാര്യമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും അവർ ചെയ്തിട്ടുണ്ട്. ഇതിലും സ്വാഭാവികമായിട്ട് ഇവരെ ഇതിന്റെ ഭാഗമാകണമെന്ന് പറഞ്ഞപ്പോൾ മെമ്പർ ആവാനില്ല, ഇതൊരു നല്ല പ്രവൃത്തിയാണെങ്കിൽ പ്രവർത്തനത്തിന്റെ ഭാഗമാകാം എന്ന് പറഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് 125 പേരും വന്നത്. അതേപോലെ തന്നെയാണ് കോൺഗ്രസ്സുകാരും വന്നത്. അതേപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും വന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മന്ത്രിമാർക്കും MLA-മാർക്കും MP-മാർക്കും മാധ്യമ പ്രവർത്തകർക്കും പോലീസുകാർക്കും ഒന്നും കൃത്യമായിട്ട് ഒരു കാര്യത്തെ എന്താ പറയുക, അത് തട്ടിപ്പാണെങ്കിൽ അതിലേക്ക് പോകാതിരിക്കാം, അല്ലെങ്കിൽ ബന്ധപ്പെടാതിരിക്കാം എന്നുള്ള ബുദ്ധിയില്ലാത്തവരല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തെറ്റു പറ്റിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധ കുറവുണ്ടായിട്ടുണ്ട്. ഭാവിയിൽ ഒരു പരിപാടി ചെയ്യുമ്പോൾ, ഇതേപോലത്തെ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അടിവേര് വരെ തെരഞ്ഞെടുത്തിട്ടല്ലേ നമ്മളെല്ലാവരും ഇനിയൊരു കാര്യത്തിന് ഇറങ്ങുള്ളൂ. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ഉണ്ടാവുക. ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? പോലീസിന്റെ സംവിധാനം. പോലീസ് ക്ലബ്ബ് ഈ പരിപാടി നടത്തിയത്, പോലീസ് ക്ലബ്ബാണെന്ന് തോന്നുന്നു, പോലീസിന്റെ വിഭാഗം ഒരു പരിപാടി നടത്തിയത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ മരവിച്ചതിന് ശേഷമാണ് എന്ന് ആരോപണം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ആരോപണങ്ങളൊക്കെ കൃത്യമായി പോലീസ് അന്വേഷിക്കണം. ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ക്രൈംബ്രാഞ്ച്. സംസ്ഥാന പോലീസ് അന്വേഷണം കാര്യക്ഷമമാണ് എന്ന് BJP കരുതുന്നുണ്ടോ? സാധാരണ എന്ത് വിഷയം വന്നാലും ഇവിടുത്തെ പോലീസ് ഇത് അന്വേഷിക്കേണ്ട എന്ന് പറയുന്നവരാണല്ലോ. കേരള പോലീസ് ഇത് അന്വേഷിച്ചാൽ മതിയോ, അല്ലെങ്കിൽ പരമാവധി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതി എന്ന് BJPക്ക് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടല്ലോ അല്ലേ? ഇല്ല, ഒരിക്കലുമില്ല ഭർണ. ഈ രണ്ട് കാര്യങ്ങളുള്ളത്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പ്രതിയുമായിട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരള പോലീസിനോ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനകത്ത് ഇതിനകത്ത് വെള്ളം ചേർക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ട് എങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് സമൂഹത്തിന് ഏറ്റ ഈ മുറിവിന് കൃത്യമായിട്ട് ജാഗ്രത കുറവുണ്ട്, പോലീസിന്റെ ജാഗ്രത കുറവുണ്ട്, ഉണ്ടാവരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് BJP. ഇതുവരെ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് BJP കരുതുന്നില്ല. അല്ല, അതൊരു നിലപാട്. ഇതുവരെ BJP കരുതുന്നില്ല. ഒറ്റ കാര്യമല്ല, ഒറ്റ കാര്യം പറഞ്ഞ അങ്ങനെ ഒരു ഇന്റൻഷനലി ഒരു സൂത്ര ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന്റെ അർത്ഥമില്ല. ഈ സ്റ്റിൽ ദിസ് എന്ന് പറയപ്പെടുമ്പോൾ ഈ അന്വേഷണം പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൃത്യമായി അവതരിപ്പിക്കുന്നില്ലെങ്കിലാണ് നമുക്ക് അതിനകത്ത് ആക്ട് ചെയ്യേണ്ടത്. ഇത്ര ദിവസം കൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിന്റെ ആദ്യ റിപ്പോർട്ട് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല, അപർണയും കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇതൊരു ചെറിയ വിഷയവുമല്ല. ഇതിന് ഏത് അന്വേഷണ ഏജൻസി വേണ്ടി വന്നാലും, ഇതിന് കേന്ദ്ര സംവിധാനത്തിന്റെ അന്വേഷണ ഏജൻസിയാണ് എങ്കിലും ആ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിൽ BJPക്ക് ലെവലേശം പോലും ഒരു പ്രയാസവുമില്ല. അതിനെ സ്വാഗതം ചെയ്യുന്നു. ഏത് അന്വേഷണത്തിലും BJP തയ്യാറുമാണ്. BJPയുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടിയിട്ടുള്ള രാഷ്ട്രീയ പോലീസ് അന്വേഷിച്ചാൽ മതിയല്ലോ, പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ഈ സ്വർണം, കുട്ടികളുടെ സ്വർണം പണയം വെച്ച് കാശ് പോയവർ ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലല്ലോ, ഇത്രയും ദിവസമായിട്ടും അന്വേഷണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ കരുതുന്നില്ലല്ലോ. കോൺഗ്രസിന് ആ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഈ നിമിഷം വരെ ഇല്ലല്ലോ. അല്ല അപർണ, നമ്മൾ ആരന്വേഷിക്കണമെന്ന് പറയും? ഒന്ന് പോലീസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് അസോസിയേഷന്റെ പരിപാടിയിലാണ് ഇദ്ദേഹം പങ്കെടുത്തിരിക്കുന്നത്. പോലീസ് അസോസിയേഷനാണ് ഇയാൾക്ക് റെഡ് കാർപ്പറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്.
ഇനി കേന്ദ്ര ഏജൻസി അന്വേഷണം എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ ഉല്ലാസ് ബാബു പറഞ്ഞ പോലെ വളരെ നിസ്സാരമായി പറഞ്ഞു പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി ഇലക്ഷൻ പരിപാടിയിൽ വരും തിരുവനന്തപുരത്ത് എത്തിയപ്പോഴല്ല അനന്തു കാണുന്നത്. പ്രധാനമന്ത്രി ഒരു വളരെ കോൺഫിഡൻഷ്യലായ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടെത്തുമ്പോൾ BJP നേതൃത്വത്തിൽ പോലും എല്ലാവർക്കും അവിടേക്ക് പ്രവേശനമില്ലാത്ത ഒരു സമയത്ത് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആനന്ദ് കുമാറിനൊപ്പം അനന്തുവിന് അവിടെ കയറാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണത്? അങ്ങനെ നമുക്കറിയാമല്ലോ, നമ്മളൊരു ഗവർണറെ കാണാൻ പോകുന്നെങ്കിൽ പോലും തലേ ദിവസം നമ്മളെ വിളിച്ച ശേഷം ഒരു അരമണിക്കൂർ സെക്യൂരിറ്റി ചെക്കപ്പ് എങ്കിലും ഉണ്ടാവും. പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോട്ടോകോൾ ചെക്കപ്പ് ഒരു സന്ദർശകനുണ്ട്. അത് അങ്ങേക്ക് അറിയില്ലേ? അത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും ഉണ്ട്. സുതാര്യമായി പ്രധാനമന്ത്രിമാരെ ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നു കോൺഗ്രസിന്റെ സമയം. ആ സമയത്ത് പോലും ഈ പ്രോട്ടോകോൾ ചെക്കപ്പും പ്രോട്ടോകോൾ ഇന്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ ആവശ്യമാണ് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഒരാളെ വിടണമെങ്കിൽ. അത്രമാത്രം സുരക്ഷ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രിയെ അനന്തു കാണുന്നതിന് മുമ്പ് കേരള സംസ്ഥാനത്ത് അനന്തുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടു. അവർ അപ്പാടെ ഒരു പണിക്കും കൊള്ളാത്തവരാണ് എന്ന് ശ്രീ ഉല്ലാസ് ബാബുവിനും എതിരഭിപ്രായമില്ലല്ലോ, എനിക്കുമില്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട SPG ഉദ്യോഗസ്ഥർ, പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ, PMO ഓഫീസിന്റെ ഇന്റലിജൻസ് സംവിധാനം എന്തുകൊണ്ട് ഈ വരുന്ന ആൾ ഒരു 420 തട്ടിപ്പ് കേസിലെ പ്രതി ചേർക്കപ്പെട്ട ആളാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല? എന്തുകൊണ്ട് അയാൾ വ്യാപകമായി, അയാളുടെ ഫേസ്ബുക്കിൽ എടുത്തു നോക്കിയാലും കാണാം, അയാൾ വ്യാപകമായി പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പടം, ആ ചിത്രം പ്രചരിപ്പിച്ചപ്പോഴും ഉല്ലാസ് ബാബു അങ്ങ് ഒഴിഞ്ഞു മാറണ്ട, ചിലയിടങ്ങളിൽ MLA-മാരുടെ പരിപാടി എന്ന് പറഞ്ഞ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒട്ടുമിക്കടുത്തും സൈൻ അടക്കമുള്ള സംഘടനകൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ സഹായമാണ് എന്ന് പറഞ്ഞു തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പൊളിറ്റിക്കൽ ഗെയിൻ എടുക്കാൻ നോക്കിയതാണ്. എനിക്കതിൽ പൂർണ്ണമായി നിങ്ങളെ കുറ്റം പറയാൻ പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു പൊളിറ്റിക്കൽ ഗെയിൻ എടുക്കാൻ വേണ്ടി നോക്കി, ആരോ ഫണ്ട് കൊണ്ടിരുന്നു, അത് നമ്മുടേതാക്കി, എന്നാ പിന്നെ അതും നമ്മുടെ പരിപാടി ആയിക്കോട്ടെ, അതും കൂടെ നമ്മുടെ പരിപാടി ആയിക്കോട്ടെ എന്ന് വെച്ച് നിങ്ങൾ ചെയ്തായിരിക്കാം. പക്ഷേ അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് രാധാകൃഷ്ണനെ കണ്ട് പൈസ കൊടുത്തവരില്ലേ? BJP-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തവരില്ലേ? ഞാൻ കംപ്ലീറ്റ് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിൽ പോലും പലർക്കും പ്രോട്ടോകോൾ പെർമിഷൻ കിട്ടാതെ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റാത്തൊരു പരിപാടിയിൽ ഇയാൾ കടന്നു കയറി. അയാൾ ആ കടന്നു കയറുന്ന സമയത്ത് അയാൾ 420 FIR-ൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് എന്ന് മറന്നു പോകരുത്. ഒന്നെങ്കിൽ നിങ്ങളുടെ സംവിധാനം പരാജയമാണെന്ന് ഉല്ലാസ് ബാബു ആയുർ വിജു സമ്മതിക്കണം. ഈ സംവിധാനം കൊണ്ടൊന്നും പറ്റിപ്പോയി, നമ്മുടെ സംവിധാനം പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ മതി. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വന്നപ്പോ അന്ന് BJP ഹാൻഡിലുകളും സോഷ്യൽ മീഡിയ ഒക്കെ എന്തായിരുന്നു, ഒരു ഈച്ച കടന്നു പോയാൽ അതിനെ വെടിവെച്ചിടുന്ന SPGയെ പറ്റി ഒക്കെ സ്റ്റോർ ചെയ്തില്ലേ അവർ? പക്ഷെ ഈ തട്ടിപ്പുകാരൻ ഇതിനുള്ളിൽ കടന്നു കയറി പ്രധാനമന്ത്രിയെ ഈ പറയുന്ന പൊന്നാടയിട്ട് സ്വീകരിച്ച് അടുത്തു പിടിക്കുന്ന സമയത്തും പ്രധാനമന്ത്രിക്ക് അത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ 52 ഇഞ്ചിന്റെ നെഞ്ചളവിനുള്ളിൽ ആർക്കൊക്കെ പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, ശരി വസന്ത്, പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, ഇങ്ങോട്ട് പഞ്ചായത്ത് അംഗത്തിന് വരെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. വരട്ടെ, ശ്രീ ബെന്നി ജനപക്ഷം കൂടെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബെന്നി ജനപക്ഷം, ഏത് തരത്തിലും അന്വേഷിച്ചോട്ടെ എന്ന് രാഷ്ട്രീയ പ്രതിനിധികൾ എല്ലാവരും പറയുന്നു. ഇതെല്ലാം അന്വേഷിക്കാതെ കണ്ടെത്താൻ കഴിയില്ല. അന്വേഷിക്കട്ടെ, ആരന്വേഷിക്കുമെന്നുള്ളൊരു ചോദ്യം നാട്ടുകാർ മാത്രമാണോ ഉള്ളത്? ഞാൻ ഈ ചർച്ച തുടക്കം തൊട്ട് കേൾക്കുകയാണ്. അപർണയൊക്കെ എത്ര കൊല്ലം ഈ പണിയുന്നു കൊണ്ട് നടക്കണം. നമ്മളെല്ലാം തന്നെ, ഹരിദാസൊക്കെ എന്റെ സുഹൃത്താണ്. ഞാൻ വളരെ ചുരുക്കി പറയാം, നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു നാടും രാഷ്ട്രീയ നേതാക്കന്മാരാ, അതിപ്പോ LDF ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, ഈ രാഷ്ട്രീയമെല്ലാം തന്നെ ഇന്ന് വ്യവസായിക അടിസ്ഥാനത്തിൽ, കച്ചവട അടിസ്ഥാനത്തിൽ കാശ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയം വരുമ്പോൾ നമ്മൾ മലയാളികൾ ഇതിലൊക്കെ പോയി പെടും. വിജിലൻസ്, ക്രൈംബ്രാഞ്ച് എന്നൊക്കെ എന്നോട് പറയല്ലേ, ഞാൻ സ്ഥിരം പോലീസും കോടതിയായിട്ട് നടക്കുന്ന ആളായതുകൊണ്ട് പറയുകയാണ്. പോലീസ് മൂത്ത ക്രൈംബ്രാഞ്ച് മൂത്ത വിജിലൻസ് മൂത്താൽ CBI. ഇതെല്ലാം ചേരക്കൂട്ടങ്ങൾ തന്നെയല്ലേ, പാമ്പുകൾ തന്നെയല്ലേ എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. എന്നെ ശ്രവിക്കുന്ന ന്യൂസ് 18-ന്റെ പ്രേക്ഷകരും മലയാളികളും ശ്രദ്ധിച്ചു കേൾക്കണം. ഹണി റോസ് കേസ് കൊടുത്തപ്പോ പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. ബെന്നി ജോസഫും അപർണയും ഹരിദാസൊക്കെ കേസ് കൊടുത്ത ഹരിദാസ് പറഞ്ഞല്ല, കോയമ്പത്തൂർ DIG ഓഫീസിൽ ചെന്നപ്പോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇവിടെ പോലീസും എല്ലാം തന്നെ ഭരണകൂടത്തിന്റെ വെറും പിടിയാളുകളാണ്. IAS-ഉം IPS-ഉം സത്യത്തിൽ ഇന്ന്
എന്റെ മക്കൾക്ക് IAS IPS കിട്ടിയ ഞാൻ ഈ പണിക്ക് വിടൂല. കാരണം കൂലിപ്പണിയാണ്. നേതാക്കന്മാർ പറയണ മാമാപ്പണി ചെയ്യലാണ്. എല്ലാവരും നട്ടെല്ല് നിവർത്തി നിയമ നടപടി കൃത്യമായി നടപ്പാക്കിയാൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യും. ജേക്കബ് തോമസിനെ പോലെ കത്തി മൂർച്ച വെക്കാൻ വിടും. എന്തൊരു ഗതികേടാണ് കേരളത്തിൽ. ഇതാണോ ഇവിടുത്തെ ജനാധിപത്യം രാഷ്ട്രീയം? അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഒന്ന് മലയാളി അത്യാഗ്രഹികളാണ്. 100 രൂപ കൊടുത്ത പിറ്റേ ദിവസം 500 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാണെന്ന് നോക്കൂല. പിന്നെ ഇതിനൊക്കെ വന്ന ആൾക്കാർ നമ്മൾ വിശ്വസിക്കുമല്ലേ? ഇതിൽ വന്നേക്കണ ആൾക്കാരാരാണ്? അപ്പൊ നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിൽ പോക്കറ്റ് അടിക്കുന്നവരും മാല പൊട്ടിക്കുന്ന കള്ളന്മാര് ഡീസന്റ് ആണ്. കാരണം അവരെ നമുക്ക് പോസ്റ്ററൊക്കെ വെച്ച് തിരിച്ചറിയാൻ പറ്റും. ഈ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റ് അടിക്കുന്നവരും പള്ളി അമ്പലങ്ങളിൽ മാല പൊട്ടിക്കണവരെയും നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും പോലീസുകാരും കളക്ടറും വലിയ വലിയ ഉന്നതനും പ്രമുഖനും പത്രമാധ്യമ ഭാഷയെ പറഞ്ഞാൽ ഉന്നതനും പ്രമുഖനും അല്ലേ ഇന്ന് കേരളത്തിലെ കള്ളന്മാര്? ഏറ്റവും വലിയ കള്ളന്മാര് ഉന്നതനും പ്രമുഖനും അല്ലേ? അപ്പൊ ഇതൊക്കെ മലയാളി പഠിക്കില്ല. ഈ ജനാധിപത്യവും ഇവിടുത്തെ കള്ളത്തരവും നന്നായിട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയക്കാരാണ്. എല്ലാത്തിലും ഇവരില്ലാത്ത ഇടപാടില്ല. ഓക്കെ. ശ്രീ ബെന്നി ജനപക്ഷം, സൂം ചില സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടാണ് താങ്കൾക്ക് സൂമിൽ കയറാൻ കഴിയാതിരുന്നത്. ഖേദിക്കുന്നു. ശ്രീ ആയുർ ബിജു, ഇതിനകത്തൊരു വിഷയം ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചത് കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ പോലീസ് അസോസിയേഷൻ ഈ വിഷയത്തിനകത്ത് പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. സ്വാഭാവികമായിട്ട് 127ഓളം മാധ്യമപ്രവർത്തകരുടെ ലിസ്റ്റ് പുറത്തുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കൊടുക്കാതിരിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. പക്ഷെ അത് ആ ഒരു റീസൺ തന്നെ പോലീസുമായിട്ടും ബന്ധപ്പെട്ട് പറയാൻ കഴിയുമോ? കൃത്യമായിട്ട് ഇത് ഏതൊക്കെ ഉന്നതർ വരും, എത്ര ഉന്നതർ കുടുങ്ങും, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇതിനകത്ത് പ്രകടിപ്പിക്കാൻ കഴിയുമോ? പോലീസ് സേന അത്തരം പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കേസുമായി മുന്നോട്ട് പോകും, അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ അതിന് തൊട്ട് മുന്നേ പ്രിയപ്പെട്ട BJPയുടെ നേതാവിന്റെ ആ പതിഞ്ഞ സ്വരം കേൾക്കുമ്പോൾ എനിക്കങ്ങ് പരമദയനീയത തോന്നുന്നു. BJPക്കാരൊക്കെ ഒരു ചർച്ചയിൽ വന്നിരുന്നാൽ സംസാരിക്കുന്ന ആ വാക്ചാതുര്യമൊക്കെ ഓർക്കുമ്പോൾ, ഉല്ലാസൊക്കെ പല ചർച്ചയിലിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഉല്ലാസിന്റെ ദയനീയ സ്വരം കേൾക്കുമ്പോൾ BJP പെട്ടുപോയി എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആണെന്ന് പറയുമ്പോൾ, അതായത് അനന്തകൃഷ്ണന്റെയും അനന്തകുമാറിന്റെയും അവരുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന 125 പേരുണ്ട്, 125 സംഘടനകളുണ്ട്, 125 സാമുദായിക സമ്മതിക്കുമ്പോൾ വിവിധ സാമുദായിക സംഘടനകളുണ്ട്. ഇവരൊക്കെ തന്നെ മെമ്പർമാരാണ് സാറേ. അറിവില്ലായ്മ കൊണ്ട് വിളമ്പി ഇരിക്കല്ലേ? ആ 125 പേരും ഇതിനകത്ത് കൃത്യമായി പങ്കെടുത്തത് ഒരു തട്ടിപ്പ് സംവിധാനമാണെന്ന് കരുതിയിട്ടല്ല. അത് ആയുർ ബിജു മനസ്സിലാക്കുക. ആയുർ ബിജു ആഗ്രഹിക്കുന്നത് എന്താണ്? ആയുർ ബിജുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ പുറഞ്ഞ തെറി പറയണമെന്നാണോ? എനിക്കിപ്പോ അതിന് സൗകര്യമില്ലാതിരിക്കുക. കാര്യങ്ങൾ കൃത്യമായി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് പറയാൻ തന്നെ ഞാൻ ഇരിക്കുന്നതും. ആയുർ ബിജു ആഗ്രഹിക്കുന്ന പോലെ മറുപടി വേണമെന്നാണോ? സഹകരണ ബാങ്കുകളുമായിട്ടുള്ള നവകേരള സദസ്സ് കൊണ്ടിരിക്കുമ്പോ ബോധമുണ്ടായില്ല. സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ശക്തമായി പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. റിപ്പോർട്ട് വരണമെന്നാണ് പറയുന്നത്. ആ റിപ്പോർട്ടിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് കൃത്യമായിട്ട് നടപടിയെടുക്കണമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പിന്നെ BJPയുടെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് നിറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് വേറെ ഇച്ചുകാട് മേടിച്ചാൽ മതി. അവരൊക്കെ ഇതിന്റെ ഇംപ്ലിമെന്റൽ അതോറിറ്റി ആണെങ്കിൽ, അവരത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അനന്തകുമാറിന്റെയും ഒക്കെ ആശയങ്ങളെ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളെ അവർ നടപ്പിലാക്കിയ പദ്ധതികളെ, ഈ തട്ടിപ്പിനെ കേരളത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ, BJP നേതാക്കന്മാരെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരൂ. ഇവിടെ സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോഴാണല്ലോ കുഴപ്പം. വരട്ടെ, അന്വേഷിക്കട്ടെ. ഈ പറയുന്ന AN രാധാകൃഷ്ണന്റെ ഉൾപ്പെടെ, ലാലി വിൻസെന്റിന്റെ ഉൾപ്പെടെ ഇവിടെ ആര് തെറ്റ്, ആദ്യമേ വസന്ത് പറഞ്ഞു, ആര് തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കപ്പെടട്ടെ. കാരണം കോൺഗ്രസ്സുകാരാണല്ലോ കൂടുതലുമുള്ളത്. ഇവിടെ ലിസ്റ്റൊക്കെ വരട്ടെ ശ്രീ ആയുർ ബിജു, ലിസ്റ്റൊക്കെ വരട്ടെ.
അപ്പൊ ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഞാൻ അവസാനിപ്പിച്ചേക്കാം. 21 മന്ത്രിമാരില്ലെന്ന് അപർണ, 21 മന്ത്രിമാരുള്ളതല്ലേ നവകേരള സദസ്സ്? അതിന്റെ വേദിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ? അവരുടെ കൂടെ ചായ കുടിച്ചില്ലേ? പ്രഭാത ഭക്ഷണം കഴിച്ചില്ലേ? അത് ആയൂർ ബിജുവിനെ കണ്ടില്ല, ഓൻ അന്ധനായിരുന്നു ആ ദിവസം. പൂഞ്ഞാറിലെ MLA ഒരു പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയുടെ ഉദ്ഘാടനം അല്ല, ഇതെല്ലാം വരട്ടെ ശ്രീ ആയൂർ ബിജു, ഇതിനകത്ത് വിഷയം ഇത് വരട്ടെ. ഇതിപ്പോ വലിയ അവകാശവാദം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ആരൊക്കെയാണ്, ആരുടെ പേരൊക്കെ വരും, ആരുടെയൊക്കെ തലയാണ് തെറിക്കുക എന്ന് കണ്ടറിയാനിരിക്കുന്നു. വരട്ടെ. അപ്പോഴും ഉണ്ട് ഈ സ്വർണം, കൊച്ചുകുട്ടികളുടെ സ്വർണം പോലും പണയം വെച്ച് കൊടുത്തല്ലോ, ഈ പണം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് പറയുന്ന നാട്ടുകാരുണ്ട്. പാതിവില തട്ടിപ്പിൽ അനന്തൂരിന് പിന്നിൽ ഉന്നതർ കുടുങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ 92% പ്രേക്ഷകരും അതെ എന്നാണ് പറയുന്നത്. അതായത് ഉന്നതർ കുടുങ്ങിയാലാണല്ലോ ഈ കേസിൽ ഇന്റൻഷൻ, നേരത്തെ പറഞ്ഞു എന്താണ് ഇതിന്റെ ഇന്റൻഷൻ എന്നുള്ളത്, ഏത് വഴിക്കാണ് ഇത് പോകുന്നത് എന്നറിയാൻ കഴിയുക. അപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേസ് അന്വേഷണം കൃത്യമായി പോകും, ഉന്നതർ കുടുങ്ങും എന്ന് തന്നെ ജനം കരുതുന്നു. നാട്ടുകാരുടെ പ്രതീക്ഷ നാട്ടുകാരെ രക്ഷിക്കട്ടെ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ആയൂർ ബിജു, വസന്ത് തെങ്ങുമള്ളി, ഒപ്പം NK ഹരിദാസ്, ബെന്നി ജനപക്ഷം.